നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് കേരള അപ് ടു 1800 AD എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ പേര് മൈസൂർ ഇൻവേഷൻ ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്നതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൈസൂർ ആക്രമണങ്ങളെ കുറിച്ചാണ്. മൈസൂർ ആക്രമണങ്ങൾ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പാലക്കാടാണ് ആദ്യമായിട്ട് മൈസൂരിയൻ ഇൻവേഷൻസ് വരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ തദ്ദേശീയരായ ഒരു ഭരണാധികാരി കാണിച്ച ഒരു അബദ്ധം തന്നെയായിരുന്നു. അതായത് 1756-57 കാലഘട്ടത്തില് അന്നത്തെ കോഴിക്കോട് വാഴുന്ന സാമൂതിരി പാലക്കാട് നടുവട്ടം ആക്രമിച്ചു. നടുവട്ടം ആക്രമിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന കോമു അച്ഛന്, നടുവട്ടത്തെ കാര്യക്കാരനായ കോമു അച്ഛന് ഈ ഒരു സാമൂതിരിയുടെ വലിയ പടയെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, നേരെ മൈസൂർ ഭരണാധികാരികളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അന്ന് മൈസൂരിലെ ഡിണ്ടിഗലിലെ ഫൗജ്ദാർ ആയിരുന്നു നമ്മുടെ ഹൈദരലി. അപ്പോൾ ഇദ്ദേഹം നേരെ ഹൈദരലിയുടെ പട അദ്ദേഹത്തിന്റെ ഒരു സ്യാലനായിരുന്ന മഖ്ദൂം അലിയുടെ നേതൃത്വത്തില് സാമൂതിരിയുമായിട്ട് പടവെട്ടുന്നു. അങ്ങനെ സാമൂതിരിയുടെ സൈന്യത്തെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ മികച്ച പീരങ്കി പടയ്ക്ക് സാധിക്കുന്നു. സാമൂതിരിക്ക് വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. സാമൂതിരിയായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഏറെ നാളത്തെ ഭരണത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു മൈസൂരിയൻ ഇൻവേഷൻസിന്റെ ഏറ്റവും രത്നചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൈദരലിയുടെ ഇവിടുത്തെ ആക്രമണ പരമ്പരകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 1761 ഹൈദരലി മൈസൂരിന്റെ ഭരണാധികാരിയായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. അതുവരെ അദ്ദേഹം ഡിണ്ടിഗലിലെ ഫൗജ്ദാർ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഔദ്യോഗികമായിട്ട് ഭരണത്തിലേറുന്നത് 1761 അങ്ങനെ ഇദ്ദേഹം 1763 ബദ്നോർ പിടിച്ചടക്കിക്കൊണ്ട്, അതായത് കർണാടക വഴി ഇദ്ദേഹത്തിന്റെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ മാംഗ്ലൂർ അല്ലെങ്കിൽ കുറച്ചുകൂടി കേരളത്തിലേക്ക് കടന്നു വന്നാല് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഭാഗങ്ങള് ബദ്നൂർ നായ്ക്കന്മാരുടെയൊക്കെ റീജിയൻ പിടിച്ചടക്കിക്കൊണ്ട് ഇദ്ദേഹം കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ കേരളത്തിന്റെ വടക്കേ അതിർത്തിയോളം ഇദ്ദേഹം എത്തി. അപ്പോൾ ബദ്നൂറിന്റെ ചുമതലയുണ്ടായിരുന്ന നായ്ക്കന്മാർ അവിടെ കോട്ട കെട്ടി സംരക്ഷിക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഈ മൈസൂരിയൻ ഇൻവേഷനെ തടയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ബേക്കൽ കോട്ടയൊക്കെ പണി കഴിപ്പിക്കുന്നത്. ഇനി കോലത്തുനാടിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കണ്ണൂരിലെ ആലി രാജാവ് ഹൈദരലിയെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. ബദ്നോർ വരെ എത്തി നിൽക്കുകയാണ്. അതിനിടയിൽ ഇവിടെ കേരളത്തിന്റെ സ്ഥിതിവിശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടുത്തെ ഭരണാധികാരികൾ തമ്മിൽ തല്ലുകയാണ്. അപ്പോൾ ഈ തമ്മിൽ തല്ലൽ കാരണം ഒരു ഭരണാധികാരി മറ്റൊരു ഭരണാധികാരിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിദേശ ശക്തികളെ, അത് ഒന്നെങ്കിൽ സാമ്രാജ്യ ശക്തികളായിട്ടുള്ള പുറത്തുനിന്ന് വന്ന സാമ്രാജ്യ ശക്തികളായിരിക്കും, അതല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെയുള്ള ഏതെങ്കിലുമൊക്കെ ഭരണാധികാരികളായിരിക്കും. എന്തായാലും വിദേശികളുടെ സഹായം തേടുന്നത് തദ്ദേശീയ ഭരണാധികാരികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെടാൻ വേണ്ടിയാണ്. കോലത്തുനാടിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കണ്ണൂരിലെ ആലി രാജാവാണ് ഹൈദരാലിയെ കേരളത്തിലേക്ക് പിന്നീട് ക്ഷണിക്കുന്നത്. ആദ്യം ഇടപെടുന്നത് പാലക്കാട് നടുവട്ടം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് സാമൂതിരിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി. എങ്കിലും സാമൂതിരിയുടെ ഭരണത്തിന് ഇവിടെ ഇളക്കം തട്ടിയെങ്കിൽ പോലും കോലത്തുനാടും കൊച്ചിയും ഒക്കെ ഇവിടെ അപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി അന്നത്തെ ഇളമുറ രാജാവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളവർമ്മ, വീണ്ടും അദ്ദേഹം ഒരു ഇളമുറ രാജാവാണ്, കേരളവർമ്മ അദ്ദേഹത്തിന്റെ ഭരണത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയും രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും ഹൈദരലി അതിലും ഇടപെട്ടു. എന്തായാലും കേരളത്തിന്റെ ഭരണരംഗത്ത് ഹൈദരലി വേരുകൾ ഉറപ്പിക്കുകയാണ് ഈ ഒരു സംഭവങ്ങളോടുകൂടി ഉണ്ടാകുന്നത്. 1767 ഫെബ്രുവരിയില്
ഹൈദരാലി തന്റെ സൈന്യത്തെ ഉത്തര കേരളത്തിലേക്ക് നയിച്ചു. അപ്പൊ 4000 വരുന്ന കുതിരപ്പടയാളികളും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട 12,000-ഓളം സൈനികരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പട, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പടയായിരുന്നു ഹൈദരാലിയുടെ സ്വത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈദരാലിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കേരളത്തിന്റെ മേല് പടയോട്ടം നടത്തി ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇനി മൈസൂർ സൈന്യം കോലത്തിരിയുടെ ചിറക്കൽ കൊട്ടാരം പിടിച്ചെടുത്തു. അവിടെ ഉണ്ടായിരുന്ന രാജകുടുംബാംഗങ്ങളെ തലശ്ശേരിയിലും അതുപോലെ തിരുവങ്ങാട്ട് ക്ഷേത്രത്തിലും ഒക്കെ അഭയം തേടുന്ന ഒരു സ്വാധീനമുണ്ടായി. അപ്പൊ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന രീതിയിലാണ് കേരളത്തിലെ ഭരണാധികാരികൾ തന്നെ അവരുടെ കുഴി തോണ്ടുന്ന ഏർപ്പാടുകളാണ് ഇവിടെ ചെയ്തത്. അങ്ങനെ എന്തായാലും കോട്ടയം രാജാവ് കീഴടങ്ങി, പിന്നെ കടത്തനാട് രാജാവ് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ ഇദ്ദേഹം വടക്ക് നിന്ന് തെക്കോട്ട് ഇദ്ദേഹത്തിന്റെ എക്സ്പെഡിഷൻ നടത്തുമ്പോൾ ഓരോരോ ഭരണാധികാരികളായിട്ട് ഹൈദരാലിക്ക് കീഴടങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അങ്ങനെ കോഴിക്കോട് എത്തി. കോഴിക്കോട്ടെ രാജാവ് സാമൂതിരി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ അവരുടെ ഒരു ബന്ധു വീട്ടിലേക്ക് പറഞ്ഞയച്ച് കൊട്ടാരത്തിന് തീയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കല്ലിൽ കല്ല് പരാജയപ്പെടുകയാണ് ഓരോ ഭരണാധികാരികളും. ഇനി 1 കോടി സ്വർണ്ണമോഹറാണ് ഇദ്ദേഹം സാമൂതിരിയോട് ഒരു വാർ ഇൻഡെംനിറ്റി ആയിട്ട് ആവശ്യപ്പെടുന്നത്. ഇനി മലബാറിലെ കലാപങ്ങള്. അപ്പോൾ ഹൈദരാലി പുതുതായിട്ട് പിടിച്ചെടുത്ത മലബാറിന്റെ സിവിൽ ഗവർണറായിട്ട് മദ്ദണ്ണ എന്ന ബ്രാഹ്മണനെ അദ്ദേഹം അദ്ദേഹം വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ മദ്ദണ്ണയെ നിയോഗിക്കുകയാണ്. ഇനി കോഴിക്കോടാണ് ഈ ഒരു ഗവർണറുടെ ആസ്ഥാനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൈദരാലി ഈ ഒരു അവസരത്തിൽ മരണപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നു. ഇതോടുകൂടിയിട്ട് കേരളത്തിലെ ഭരണാധികാരികൾക്കൊക്കെ ചെറിയ പ്രതീക്ഷയുണ്ട്, ഇനിയും ഉയർന്നു വരാമെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ അച്ഛനേക്കാൾ ശക്തനായിട്ടുള്ള മകൻ ടിപ്പു സുൽത്താനാണ് പിന്നീട് ഭരണത്തിലേക്ക് വരുന്നത്. ഇനി ഹൈദരാലിയേക്കാളും അല്പം കൂടി വിശാല തലത്തിലുള്ള ഒരു എക്സ്പെഡിഷൻ ആണ് ടിപ്പു സുൽത്താൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ടിപ്പു സുൽത്താന് ഇവിടെ ഭരണം അല്ലെങ്കിൽ യുദ്ധത്തിൽ നേട്ടം കൊയ്യാൻ സാധിച്ചു, ഇവിടെ ഭരണം പിടിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഭരണാധികാരികളോട് കൂടിയിട്ട്, അതായത് കേരളത്തിലെ തദ്ദേശീയരായ ഭരണാധികാരികളോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താന്റെയും ഹൈദരാലിയുടെയും മൈസൂർ ഇൻവേഷനെതിരെ പൊരുതി നിൽക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇടപെടലോട് കൂടിയിട്ട് ഹൈദരാലിയുടെ അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഇളക്കം സംഭവിക്കുകയും അവർ പരാജയം രുചിച്ചു തുടങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത്. 1778 യൂറോപ്പില് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം നടന്നു. ഇത് കേരളത്തിലും അതിന്റെ അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ ഇന്ത്യയിൽ അരങ്ങേറുന്ന യുദ്ധങ്ങളാണ്. അത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളാണ്. അപ്പോൾ ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഫ്രഞ്ചുകാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ടിപ്പു സുൽത്താൻ അറിയപ്പെടുന്നത് സിറ്റിസൺ ടിപ്പു എന്നൊരു പേര് തന്നെയുണ്ട്. ഇദ്ദേഹം ഫ്രാൻസിലെ ജാക്കോബൈറ്റ് ക്ലബില് അംഗമൊക്കെ ആയിരുന്നു ടിപ്പു സുൽത്താൻ. 1783 മലബാർ ടിപ്പുവിന്റെ ആധിപത്യത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നേരാവണ്ണം ഒന്നും നടക്കുന്ന സാഹചര്യം അല്ല ഉണ്ടായിരുന്നത്. അപ്പൊ ഹൈദരാലി മരിക്കുന്നത് വരെ അർഷദ് ബഗ്ഗാൻ എന്ന ഒരു കഴിവുറ്റ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ഗവർണർമാർക്കൊന്നും കാര്യമായ രീതിയിൽ അവിടെ ഭരണത്തിൽ സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഭരണം നടത്താനോ ഒന്നും സാധിക്കാത്ത സാഹചര്യങ്ങൾ വന്നു. ഇനി ടിപ്പു സുൽത്താൻ കണ്ണൂരിലെ നായക്കന്മാരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. പിന്നീട് തിരുവിതാംകൂറിലേക്ക് അദ്ദേഹത്തിന്റെ പടയോട്ടം നീളുന്നുണ്ട്. അപ്പൊ ധർമ്മരാജാവും ആണ് അവിടുത്തെ ഭരണാധികാരി. ധർമ്മരാജാവാണ് തിരുവിതാംകൂർ വാഴുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം കോട്ടകള്, ആയക്കോട്ടയും അതുപോലെ കോട്ടപ്പുറം കോട്ടയും ഒക്കെ കെട്ടിക്കൊണ്ട് നെടുങ്കോട്ട എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കോട്ടയൊക്കെ കെട്ടുന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എന്തായാലും 1792 ശ്രീരംഗപട്ടണം ട്രീറ്റിയോടുകൂടി, അതായത് 3ാം മൈസൂർ യുദ്ധത്തിൽ സമ്പൂർണമായിട്ട് പരാജയപ്പെടുന്നു. ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുന്നു. അങ്ങനെ ഇവിടെ മൈസൂർ ഇൻവേഷന് അല്ലെങ്കിൽ മൈസൂരിന്റെ ആക്രമണ പരമ്പര അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൈസൂർ ആക്രമണത്തിന്റെ ചില ഫലങ്ങള്, കേരളത്തിലെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യമായിട്ട് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പ്രാധാന്യമുള്ള ഫലങ്ങളാണ് മൈസൂർ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരാനാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഹൈദരാലി ശ്രമിക്കുന്നത്. അതിന്റെ കാരണം അദ്ദേഹത്തിന് വളരെ സ്പഷ്ടമാണ്. കാരണം അദ്ദേഹത്തിന് ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നത് തന്നെ ഇവിടെ കേന്ദ്രീകൃത ഭരണം ഇല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം തമ്മില് ശത്രുതയിലുള്ള ഭരണാധികാരികളാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ വന്ന് അവരെല്ലാം പരാജയപ്പെടുത്തി അടിച്ചമർത്തിക്കൊണ്ട് ഒരു കേന്ദ്രീകൃത ഭരണം നടപ്പിൽ വരുത്താനാണ് ആദ്യത്തെ ശ്രമം ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്വാധീനമായിരുന്നു അത്. ഒരു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തി. അതുപോലെ തന്നെ ഇവരുടെ പടയോട്ടത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള റോഡ് ശൃംഖല, വളരെ വിപുലമായിട്ടുള്ള വീതിയേറിയ റോഡ് ശൃംഖലകൾ ഇവര് സ്ഥാപിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അത് ഇവരുടെ ഒരു ഭരണത്തിന്റെ നേട്ടമാണ്. ഇനി അതുപോലെ വളരെ നവീനവും അതുപോലെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മൈസൂരിന്റെ ഒരു ഭരണ സമ്പ്രദായം മുന്നോട്ട് പോയത്. അതുപോലെ ഇവരെ തുടർന്ന് ഭൂനികുതി വ്യവസ്ഥ നവീകരിക്കപ്പെട്ടു. മൈസൂർ ഇൻവേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഇവിടുത്തെ പുതിയ നികുതി വ്യവസ്ഥ കൊണ്ടുവന്നു എന്നുള്ളത്. കൃത്യമായിട്ടുള്ള കണ്ടെഴുത്ത് കണക്കുകളൊക്കെ എടുത്ത് ഭൂമിയെ അളന്ന് തിട്ടപ്പെടുത്തി ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ തട്ടുകളായിട്ട് തിരിച്ചു. അതിനുശേഷം ഓരോ ഭൂമിക്കും വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള നികുതി സ്ലാബുകള് തിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഭരണത്തിന്റെ നേട്ടമാണ്. ഇനി ജന്മി വ്യവസ്ഥയ്ക്ക് ഇളക്കം തട്ടി. ഇവിടെ ഉണ്ടായിരുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കൊക്കെ ഇളക്കം തട്ടി ഇടനിലക്കാരെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ഭരണം അല്ലെങ്കിൽ നേരിട്ട് നികുതി വിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവര് സ്വീകരിച്ചത്. കൂടാതെ ഇവർ പുതിയ തരത്തിലുള്ള അനേകം നാണയങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇനി ആധുനിക രീതിയിലുള്ള റോഡുകൾ പണിതു, നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ മലബാറിലെ ആസൂത്രണം മേഖലയില് പ്ലാനിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഭരണാധികാരികൾ ഇവർ തന്നെയായിരുന്നു. യാതൊരു പിശുക്കും കൂടാതെ ഇവർ സാമ്രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിച്ചു. സാധാരണഗതിയിൽ പിടിച്ചടക്കുന്ന പ്രദേശങ്ങളില് അവർ കാര്യമായ ഒരു സാമ്പത്തികം ചെലവഴിക്കാൻ മെനക്കെടാറില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഏത് നിമിഷവും ഈ പ്രദേശം എപ്പോഴും നിരന്തരമായ യുദ്ധങ്ങളാണ്. അപ്പോൾ അവർ പിടിച്ചടക്കിയ പ്രദേശത്തേക്ക് കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യാറില്ല. എന്നാൽ ടിപ്പുവും ഹൈദരാലിയും അവർ പിടിച്ചടക്കിയ പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ജനങ്ങളുടെ സപ്പോർട്ട് ഈ ഭരണാധികാരികൾക്ക് ലഭിക്കുകയും അത് അവരുടെ ഭരണത്തെ സുസ്ഥിരമാക്കുന്നതിനുമൊക്കെ സഹായിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.